ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ശ്രീകാന്ത് ബോലയുടെ ബ്രേക്കിംഗ് ബാരിയർ ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ രണ്ടാമത്തെ ആക്ടിവിറ്റി ക്വസ്റ്റ്യനാണ് ഇന്നത്തെ വീഡിയോ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കാൻ വേണ്ടിയാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്നത്. ഒരു മാഗസിൻ ആർട്ടിക്കിൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് 6 മാർക്കിന് എഴുതാവുന്ന അല്ലെങ്കിൽ 6 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ആർട്ടിക്കിൾ തയ്യാറാക്കുക എന്ന്. അത്ര പരിചിതമായിരിക്കില്ല ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു ആർട്ടിക്കിൾ എങ്ങനെ തയ്യാറാക്കാമെന്ന്. അപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റിന് എങ്ങനെ ആൻസർ ചെയ്യാം. നമ്മൾ ടെക്സ്റ്റിൽ രണ്ടാമത്തെ ആക്ടിവിറ്റി ക്വസ്റ്റൻ ആയതുകൊണ്ട് തന്നെ അവിടെ ഓരോ കണ്ടന്റുകളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഹെഡ്ലൈന് വേണം, ബൈലൈന് വേണം, കോണ്ടന്റ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഉൾക്കൊള്ളിച്ച് തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റനിലേക്ക് പോവാം. ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ്. തീർച്ചയായും നിങ്ങളുടെ സംശയങ്ങൾ ഞാൻ മറുപടി നൽകുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ചോദ്യം ഇതാണ്. ആക്ടിവിറ്റി 2. ശ്രീകാന്ത് ബോല എസ്റ്റാബ്ലിഷ്ഡ് ആൻ എന്റർപ്രൈസ് ടു ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി അവർക്ക് അവസരങ്ങൾ നൽകുന്നതിന് വേണ്ടി ശ്രീകാന്ത് ബോല ഒരു എന്റർപ്രൈസ്, ഒരു സംരംഭം ആരംഭിച്ചു. ഹി ഈസ് നൗ CEO ഓഫ് $1 million കമ്പനി ദാറ്റ് മാനുഫാക്ചേഴ്സ് എക്കോ ഫ്രണ്ട്ലി പാക്കിംഗ് മെറ്റീരിയൽ. അപ്പോൾ എക്കോ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്കോ ഫ്രണ്ട്ലി പരിസ്ഥിതി സൗഹാർദ്ദം, അല്ലേ? പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ഒരു പാക്കിംഗ് മെറ്റീരിയൽ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് അവരുടേത്. ഈ കമ്പനിയുടെ CEO ആണ് ശ്രീകാന്ത് ബോല. അദ്ദേഹം ഈ ഒരു കമ്പനിയിലൂടെ $millions ഏൺ ചെയ്യുകയുണ്ടായി. ബേസ്ഡ് ഓൺ യുവർ റീഡിംഗ് ഓഫ് ബ്രേക്കിംഗ് ബാരിയർ ഐ വിൽ ഫ്ലൈ, പ്രിപ്പയർ ആൻ ആർട്ടിക്കിൾ ഓഫ് ദ അച്ചീവ്മെന്റ് ഓഫ് ശ്രീകാന്ത് ബോല ആൻഡ് പബ്ലിഷ് ഇറ്റ് ഇൻ യുവർ ക്ലാസ് മാഗസിൻ. അപ്പോൾ ക്ലാസ് മാഗസിനിലേക്കാണ് ഇത് തയ്യാറാക്കേണ്ടത്. ക്ലാസ് മാഗസിനിലേക്ക് വേണ്ടിയിട്ട് ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കുക എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കെങ്ങനെ അതിൻ്റെ ആൻസറിലേക്ക് കിടക്കാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പ്രധാനമായും ഒരു ഹെഡിങ് തയ്യാറാക്കുക എന്നുള്ളതാണ്. നല്ലൊരു ഹെഡിങ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ഹെഡിങ് എഴുതി ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ. Breaking barriers, I will fly. Inspiring journey of ശ്രീകാന്ത് ബോല. ശ്രീകാന്ത് ബോലയുടെ ഇൻസ്പയറിംഗ് ജേണി. ഇതിങ്ങനെ ഒരു ഹെഡിങ് കൊടുത്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ബൈലൈന് കൊടുക്കുക. ഇത് ആര് തയ്യാറാക്കി, എന്തിനു വേണ്ടി തയ്യാറാക്കി എന്നുള്ളതാണ് ബൈലൈനിൽ പറയുന്നത്. അപ്പോൾ ബൈലൈനായിട്ട് നമ്മൾ എഴുതുന്നു സ്റ്റുഡൻറ് റിപ്പോർട്ടർ ക്ലാസ് മാഗസിൻ ടീം എന്ന് ബൈലൈൻ എഴുതി. അപ്പോൾ മെയിൻ ഹെഡിങ് എഴുതിയതിന് ശേഷം അതിന് അണ്ടർലൈൻ ചെയ്തതിന് ശേഷം അതിന് താഴെ മിഡിലായിട്ടോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ടോ ബൈലൈൻ കൊടുക്കാം, സ്റ്റുഡൻറ് റിപ്പോർട്ടർ ക്ലാസ് മാഗസിൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തെ പാരഗ്രാഫിലേക്ക് കിടക്കാം. ശ്രീകാന്ത് ബോല once seen as a burden due to his blindness എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അന്ധതയാണ്. has broken every barrier to become a beacon of hope for thousands. അപ്പോൾ ശ്രീകാന്ത് ബോല വൺസ് ഒരിക്കലും എന്തായിട്ട് കണ്ടിരുന്നത്? ആസ് എ ബേർഡൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭാരം, അല്ലേ? അപ്പോൾ അന്ധത ഒരു ഭാരമായി കണ്ടിരുന്നു. അദ്ദേഹമല്ല, ഹിസ് ബ്ലൈൻഡ്നെസ്, അദ്ദേഹത്തിൻ്റെ അന്ധത എല്ലാവരും അദ്ദേഹത്തിന് ഒരു ഭാരമായി കണ്ടിരുന്നു. എന്നാൽ ഹി ഈസ് ബ്രേക്കിംഗ് എവറി ബാരിയർ, എല്ലാ ബാരിയറിനെയും ബ്രേക്ക് ചെയ്ത് പൊട്ടിച്ചു. ബിക്കം ബീക്കൺ ഓഫ് ഹോപ്പ് ഫോർ തൗസൻഡ്സ്, ആയിരക്കണക്കിന് ആളുകൾക്ക് ബീക്കൺ ഓഫ് ഹോപ്പ്, പ്രതീക്ഷയുടെ നാളമായി മാറി അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ. ഹി ഈസ് നൗ ദ CEO ഓഫ് ബോളാൻ ഇൻഡസ്ട്രി. ഇപ്പോൾ അദ്ദേഹം ആരാണ്? അദ്ദേഹം CEO ആണ്. ഇതിൻ്റെ ബോളാൻ ഇൻഡസ്ട്രിയുടെ CEO ആണ്. $1 million ദാറ്റ് പ്രൊഡ്യൂസ് എക്കോ ഫ്രണ്ട്ലി പാക്കിംഗ് മെറ്റീരിയൽ എംപ്ലോയീസ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് എന്ത് നൽകുന്നു? തൊഴിൽ നൽകുന്ന, $millions ഏൺ ചെയ്യുന്ന, സമ്പാദിക്കുന്ന എക്കോ ഫ്രണ്ട്ലി പാക്കിംഗ് മെറ്റീരിയൽ തയ്യാറാക്കുന്ന ഒരു കമ്പനിയുടെ CEO ആയി മാറി അദ്ദേഹം. അപ്പോൾ ആരാണ് ശ്രീകാന്ത് ബോല, എന്താണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്നൊക്കെ നമ്മൾ ഒന്നാമത്തെ പാരഗ്രാഫിൽ ഇവിടെ അടയാളപ്പെടുത്തി. ഓക്കെ, അടുത്തതായി ഡീറ്റെയിൽഡ് ഡെസ്ക്രിപ്ഷനിലേക്ക് പോവുകയാണ്. അടുത്ത പാരഗ്രാഫ്. ബോൺ ഇൻ ടു പുവർ ഫാമിലി
അല്ലെ, ഒരു പുവർ ഫാമിംഗ് ഫാമിലി, ഒരു കർഷക കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ശ്രീകാന്ത് ഫേസ്ഡ് റിജക്ഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ. റിജക്ഷൻ എന്ന് പറഞ്ഞാൽ നിരസിക്കപ്പെടുക, തടയപ്പെടുക, എക്സ്ക്ലൂഷൻ പുറത്താക്കപ്പെടുക ഫ്രം യങ് ഏജ്. ചെറിയ ക്ലാസ്സിലെ അദ്ദേഹം പല കാര്യങ്ങളിൽ നിന്നും പുറത്താക്കപ്പെടുകയും നിരസിക്കപ്പെടുകയും ചെയ്തു. ഡിനൈഡ് ദ ഓപ്പർച്യൂണിറ്റി. നിരസിക്കുക എന്ന് തന്നെയാണ്. ഡിനൈഡ് ദ ഓപ്പർച്യൂണിറ്റി എന്ന അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു അദ്ദേഹത്തിന്. ടു സ്റ്റഡി സയൻസ് ഡ്യൂ ടു വിഷ്വൽ ചാലഞ്ച് ആണ് അല്ലേ, കാഴ്ചശക്തി ഇല്ലാത്തതുകൊണ്ട് സയൻസ് പഠിക്കാൻ കഴിയാതായി. ഈ ഫോർട്ട് ദ സിസ്റ്റം ലീഗലി. അദ്ദേഹം പോരാടി. ആരോട്? ദ സിസ്റ്റം ലീഗലി. ഈ സമ്പ്രദായത്തോട് ലീഗലായിട്ട്, നിയമപരമായിട്ട് പോരാടി. എമർജ്ഡ് വിക്ടോറിയസ്. അങ്ങനെ അയാൾ വിക്ടോറിയസ് ആയിട്ട്, വിജയിയായി മാറി. സ്കോറിംഗ് 98% ഇൻ സയൻസ് എക്സാം. സയൻസിന്റെ പരീക്ഷയിൽ 98% മാർക്ക് നേടി. വെൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ റിഫ്യൂസ്ഡ് ഈസ് ഫർദർ ഓപ്പർച്യൂണിറ്റി. അല്ലെ, ഇനി മുന്നോട്ടുള്ള ഓപ്പർച്യൂണിറ്റി, അവസരങ്ങളൊക്കെ ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റിഫ്യൂസ് ചെയ്തപ്പോൾ, നിരസിച്ചപ്പോൾ, ഈ അപ്ലൈഡ് ടോപ്പ് ഗ്ലോബൽ യൂണിവേഴ്സിറ്റി, ലോകത്തെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിലേക്ക് അദ്ദേഹം അപ്ലൈ ചെയ്തു. ഗോട്ട് അക്സെപ്റ്റഡ് ബൈ MIT. അങ്ങനെ അദ്ദേഹം അമേരിക്കയിലെ MITയിൽ അദ്ദേഹത്തെ പഠിക്കാൻ അവസരം കിട്ടി. ബിക്കം ദ ഫസ്റ്റ് ഇന്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡൻറ്. അങ്ങനെ ലോകത്തെ ആദ്യത്തെ ബ്ലൈൻഡ് സ്റ്റുഡൻ്റ് ആയി മാറി. എന്തിന്? ഇന്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡൻ്റ് ആയി മാറി. എന്ത് നേടുന്നേ? എഞ്ചിനീയറിംഗ് നേടുന്നേ അല്ലേ. ഡെസ്പൈറ്റ് ഓപ്പർച്യൂണിറ്റി എബ്രോഡ്, ശ്രീകാന്ത് റിട്ടേൺ ടു ഇന്ത്യ വിത്ത് മിഷൻ. അപ്പൊ എബ്രോഡിൽ, വിദേശത്ത് ഓപ്പർച്യൂണിറ്റി ലഭിച്ചെങ്കിലും അദ്ദേഹം എന്ത് ചെയ്തു? റിട്ടേൺ ടു ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന ഒരു മിഷനുമായിട്ട്. ടു എംപവർ ദ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള വൈകല്യമുള്ള ആളുകളെ എംപവേർഡ് ആക്കണം, ശാക്തീകരിക്കണം, അവരെ ഡെവലപ്പ് ആക്കണം എന്ന്, പ്രോഗ്രസ് ആക്കണം എന്ന് പറഞ്ഞിട്ട് ഈ co-founded ബോലാൻ ഇൻഡസ്ട്രി. അങ്ങനെ അദ്ദേഹം സുഹൃത്തുക്കളും ചേർന്നിട്ട് എന്ത് ചെയ്തു? ബോലാൻ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്തു. പ്രൊവൈഡിങ് മീനിങ് എംപ്ലോയ്മെന്റ് ഓവർ 150 ഡിസേബിൾഡ് ഇൻഡിവിജ്വൽ. 150ഓളം ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് ജോലി അത് നൽകി. ആൻഡ് സപ്പോർട്ടിങ് മോർ ദാൻ 30,000 സ്റ്റുഡൻസ്. 30,000 വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം എഡ്യൂക്കേഷനും റീഹാബിലിറ്റേഷനും പുനരധിവാസവും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെ ലഭിച്ചു. ഓക്കെ, അടുത്ത പാരഗ്രാഫിലേക്ക്. ശ്രീകാന്ത് ജേണി റിഫ്ലക്ട് സ്ട്രെങ്ത് ഓഫ് റീസൈലൻസ്. അദ്ദേഹത്തിന്റെ ജേണി അദ്ദേഹത്തിന്റെ ജീവിതയാത്ര പ്രതിഫലിക്കുന്നു. എന്താ? റീസൈലൻസിന്റെ സ്ട്രെങ്ത്. റീസൈലൻസ് എന്ന് പറയുന്നത് അതിജീവനത്തിന്റെ കരുത്താണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻക്ലൂസിവിറ്റി. അല്ലെ, എല്ലാ മേഖലയിലും ആളുകൾ ഉൾപ്പെടുത്തണം. അവന് വൈകല്യമുള്ളവരാണെങ്കിലും അല്ലെങ്കിലും അപ്പൊ ഉൾപ്പെടുത്തുക എന്നുള്ളതും അതിന്റെ പ്രാധാന്യത്തെയും അദ്ദേഹം സൂചിപ്പിക്കുന്നു. അല്ലെ, ഇൻക്ലൂഷനെ കുറിച്ച്. His work has shown that disability is not a limitation. ഡിസബിലിറ്റി, വൈകല്യങ്ങൾ എന്തല്ല? ലിമിറ്റേഷൻ, പരിമിതികളല്ല. ബട്ട് ഡിഫറെൻ്റ് എബിലിറ്റി, വൈകല്യം ഒരു വ്യത്യസ്തമായ കഴിവ് തന്നെയാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. While the challenges were immense, his determinations, supported by mentors, inspired by Dr. APJ Abdul Kalam, transformed obstacle into stepping stone. അപ്പോൾ ഒരുപാട് ചാലഞ്ചസുകൾ ഉണ്ടായിരുന്നു. ഇമ്മെൻസ് ഒരു കൂട്ടം അല്ലെ, എ ലോട്ട് ഓഫ് എന്ന് പറയാം. ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. അതിന് ഡിറ്റർമിനേഷനോടുകൂടെ, ഉറച്ച തീരുമാനത്തോടെ, തൻ്റെ മെന്റേഴ്സിന്റെ സപ്പോർട്ടോട് കൂടി, APJ അബ്ദുൽ കലാമിന്റെ ഒക്കെ ഇൻസ്പിറേഷനോട് കൂടി അദ്ദേഹം തൻ്റെ ഒബ്സ്റ്റക്കിളുകളെയൊക്കെ മറികടന്നു എന്നാണ് പറയുന്നത്. ശ്രീകാന്ത് ബോലാസ് ലൈഫ് ഈസ് എ മെസ്സേജ്. ഇനി നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോവാ. ശ്രീകാന്ത് ബോലയുടെ ജീവിതം ഒരു മെസ്സേജ് ആണ്. ബിലീവ് ഇൻ യുവർ ഡ്രീംസ്. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ വിശ്വസിക്കണം. ഫൈറ്റ് ഫോർ ദ റൈറ്റ്സ്. അല്ലെ, ശരിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി പോരാടണം. ഹെൽപ്പ് അതേഴ്സ് റൈസ് വിത്ത് യു. നിങ്ങളുടെ കൂടെ തന്നെ മറ്റുള്ളവരെയും ഉയർച്ചയിലെത്താൻ സഹായിക്കണം. ഹി ഈസ് നോട്ട് ജസ്റ്റ് എ സക്സസ്ഫുൾ ഓൺട്രപ്രണർ. ശ്രീകാന്ത് ബോല വെറും ഒരു വിജയിയായ ഓൺട്രപ്രണർ, സംരംഭകൻ മാത്രമല്ല, ബട്ട് ട്രൂ ലീഡർ വിത്ത് പർപ്പസ്. ലക്ഷ്യബോധമുള്ള ഒരു ലീഡർ, ഒരു നേതൃത്വം നൽകുന്ന നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം എന്ന്. അങ്ങനെ നമ്മൾ കൺക്ലൂഡിങ് ലൈൻ എഴുതുകയാണ്. നമ്മുടെ ആർട്ടിക്കിളിന്റെ കൺക്ലൂഡിങ് ലൈൻ എന്താണ്? ലെറ്റസ് ലേൺ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കൺക്ലൂഡിങ് ലൈൻസ് അല്ലേ. ലെറ്റസ് ലേൺ ഫ്രം ശ്രീകാന്ത് കറേജ്. ശ്രീകാന്തിന്റെ കറേജിൽ നിന്ന് പഠിക്കൂ.
and commitment to build a world where there is no one left behind. അല്ലേ? ആരെയും എന്താക്കപ്പെടരുത്, പിറകിലാക്കപ്പെടരുത്. അല്ലേ? എല്ലാവരെയും കൈപ്പിടിച്ച് മുന്നോട്ട് നയിക്കാൻ നമുക്കും സാധിക്കണം. ആരും കുറവുകളോ പരിമിതികളോ ഉള്ളവരായിട്ട് ആരെയും ഈ ലോകത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഊർജ്ജം നൽകുന്ന ഒരു സ്റ്റോറി ആയിരുന്നു ശ്രീകാന്തിൻ്റേത്. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ആർട്ടിക്കിൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വേണം നമ്മളൊരു ആർട്ടിക്കിൾ മാഗസിന് വേണ്ടി തയ്യാറാക്കേണ്ടത്. മിനിമം 3 പാരഗ്രാഫാണ്. 3 പാരഗ്രാഫിൽ വേണം എഴുതാൻ. 120 വേർഡ്സ്, 120 വേർഡ്സിൽ 3 പാരഗ്രാഫ് മിനിമമായിട്ടെങ്കിലും എഴുതണം. എന്നാൽ നമ്മളിവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള ഓരോ പോയിൻറ്സും അതിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ പാരഗ്രാഫുകളാക്കി മാറ്റിയത്. ഒരു പാരഗ്രാഫ് അതിൻ്റെ കണ്ടൻറ് അനുസരിച്ച്, ഐഡിയ അനുസരിച്ചാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള അതേ ഫോർമാറ്റിൽ നമ്മളിവിടെ ആൻസർ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എഴുതിയെടുക്കുക, നല്ല രീതിയിൽ പഠിക്കുക, ഇങ്ങനെ എഴുതണമെന്ന് മനസ്സിലാക്കുക. പുതിയ ഒരു വീഡിയോ ക്ലാസ്സുമായി അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.